ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാത്ത് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എല്ലാ ആളുകളും ഉറ്റുനോക്കിയ ഒരു ഡേറ്റയായിരുന്നു ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ പലിശ നിരക്ക് വർധനവിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത്. പലിശ നിരക്കിൽ യാതൊരു മാറ്റം വരുത്താത്തത് കൊണ്ട് മാർക്കറ്റ് ഇന്ന് മ്യൂട്ടഡ് ആയ രീതിയിൽ ക്ലോസ് നടത്തി. നിഫ്റ്റി 35 പോയിന്റ്, സെൻസെക്സ് 55 പോയിന്റിൻ്റെ സ്ലൈറ്റ്ലി ഒരു ഇടിവ് കണ്ടു. എന്നാൽ ഈ ഒരു റിപ്പോ റിവേഴ്സ് നിരക്കുകളിലാണ് മാറ്റം വരുത്താത്തത്. RBIയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻട്രീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആക്ഷൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് CRR റേറ്റ് കുറച്ചു എന്നുള്ളതാണ്. എന്താ CRR റേറ്റ്? ക്യാഷ് റിസർവ് റേഷ്യോ. പ്രൈവറ്റ് ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട മിനിമം, റിസർവ് ചെയ്യേണ്ട മിനിമം ഫണ്ടാണ് CRR റേറ്റ്. ഇത് കുറയ്ക്കുക വഴി 50 ബേസ് പോയിന്റ് കുറയ്ക്കുക വഴി ഏകദേശം 1.6 ട്രില്യൺ റുപ്പീസിൻ്റെ ക്രയവിക്രയം പ്രൈവറ്റ് ബാങ്കുകൾക്ക് സാധ്യമാകുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് മാർക്കറ്റ് റാലി ചെയ്തില്ല, എന്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി റാലി ചെയ്തില്ല? ഇത് ഓൾറെഡി തന്നെ കഴിഞ്ഞ ദിവസം ഫാക്ടർ ഇൻ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ പോസിറ്റീവായിരുന്നു, GDP പ്രൊജക്ഷൻ പോസിറ്റീവായിരുന്നു, ക്രെഡിറ്റ് എക്സ്റ്റൻഷൻ ചെറിയ ബാങ്കുകൾക്ക് അത് പോസിറ്റീവായിട്ട് നിലനിർത്തി. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻട്രീസ് RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ പ്രധാനമായിട്ടും മാരുതി ഇവരുടെ കാറുകളുടെ വില കൂട്ടുമെന്നുള്ള ഒരു വാർത്ത. മാരുതി ഓട്ടോമൊബൈൽ സെക്ടറിൽ ചുക്കാൻ പിടിച്ച് മറ്റുള്ള ഓട്ടോമൊബൈൽ കമ്പനീസിനെയും റാലി രേഖപ്പെടുത്തി. ഇതിൽ CNG ബൈക്കിൻ്റെ വില കുറയ്ക്കുമെന്നുള്ള കാരണം കൊണ്ട് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇടിഞ്ഞ ബജാജ് ഓട്ടോയും ടാറ്റ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള ഓട്ടോ സെക്ടർ കമ്പനീസ് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. കൺസോൾഡേറ്റ് ആയിരുന്നു. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇന്നലത്തെ ആ ഒരു വലിയ ക്യാൻഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. തുടക്കം മുതൽ ഒടുക്കം വരെ മാർക്കറ്റ് കൺസോളിഡേഷൻ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇന്ന് മാറി. അപ്പോൾ ഇന്ന് സെൻസെക്സിലൊക്കെ സ്റ്റാർഡിലെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ആളുകൾക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഈവൻറ്റിൽ എല്ലാം തന്നെ ട്രേഡ് എടുക്കുന്നത് വളരെയധികം അപകടകരമാണ്. എസ്പെഷ്യലി ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്. ഓൾറെഡി വിക്സ് 14.5 പ്രീമിയംസ് എല്ലാം തന്നെ അപ്പാണ്. നമുക്ക് ആകെ 2 എക്സ്പയറി ആണുള്ളത്, നിഫ്റ്റിയും സെൻസെക്സും. സെൻസെക്സ് ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ഒന്നും അല്ല. ബയേഴ്സിനും സെല്ലേഴ്സിനും പ്രീമിയംസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യും. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത ആളുകൾ, ചില ആളുകൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ് ചെയ്ത ആളുകൾക്ക് റൈറ്റ് ഹാൻഡ് ബാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതുപോലെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത ആളുകൾ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ മന്ത്ലി ഓപ്ഷൻ എടുക്കും. മന്ത്ലി ഓപ്ഷൻ എടുക്കുമ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് സ്ക്രീൻഷോട്ടും ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള കോളുകളും സഹായം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയും ട്രേഡ് എല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ആളുകളുടെ പോക്ക്. വലിയ തോതിലാണ് നഷ്ടം വരുന്നത് ഡെറിവേറ്റീവിൽ. ഒന്നും അറിയാതെ ഇതിൻ്റെ പ്രീമിയംസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളൊരു ധാരണയില്ലാതെ ഒരേ പൊസിഷൻ തന്നെ ട്രേഡ് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ വീണ്ടും അതിലേക്ക് കടം വാങ്ങിച്ച് ആവറേജ് ചെയ്ത് അവസാനം ഹ്യൂജ് ലോസിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇനി നിഫ്റ്റിയിൽ ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ആക്സിസ് ബാങ്ക്, മാരുതി, SBI ലൈഫ് ഇൻഷുറൻസ് മികച്ച നേട്ടം കൈവരിച്ചപ്പോൾ അദാനി പോർട്ട്, സിപ്ല, ഭാരത് എയർടെൽ, HDFC ലൈഫ്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസ് ഫോൾ ആയിട്ടുണ്ട്. ഇതിൽ ഏഷ്യൻ പെയിൻറ്റെല്ലാം തന്നെ കണ്ടിന്യൂസ് ഫോളാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ് കോയിൻ 1 ലക്ഷം അടിച്ചതിന് ശേഷം ഇത് $4,700 ഒരു ഇടിവുണ്ടായി, 97,000. ബ്രന്റ് ഓയിൽ 71, ഗോൾഡ് $5 ഉയർന്ന് $2,637 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.7% ഫോളായി 14.13. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ്, X200 ഓസ്ട്രേലിയ, കോസ്പി കൊറിയൻ മാർക്കറ്റ് റെഡിൽ അടച്ചപ്പോൾ ചൈന 1% നേട്ടവും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE, CAC 40, ഡാക്സ് തുടങ്ങിയ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിലും ട്രേഡ് തുടരുന്നുണ്ട്. ഇന്ന് US നിന്ന് ഒരുപാട് ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നുണ്ട്, ജോബ് ഡേറ്റ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം US മാർക്കറ്റ് ഇന്ന് റിയാക്ട് ചെയ്യപ്പെടും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. സുരക്ഷ ഡയഗ്നോസ്റ്റിക് IPO ഇന്ന് ഡിസ്കൗണ്ടിലാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തത്. 441 രൂപയാണ് ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. രാംകോ സിസ്റ്റം കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഏവിയേഷൻ കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു.
7% റാലി. റൈറ്റ്സും 5% റാലി രേഖപ്പെടുത്തി. റൈറ്റ്സിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് റായ്പൂരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ഏഞ്ചൽ വൺ ഇവരുടെ ക്ലൈൻറ്റ് ബേസ് 56% ഇയർ ഓൺ ഇയർ ഉയർന്നു എന്നുള്ള വാർത്തയുണ്ട്. ഗണേഷ് ഇൻഫ്രാ വേൾഡ് കമ്പനി ഇവരിന്ന് 157 രൂപയാണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 90% പ്രീമിയം കിട്ടി. കൂടാതെ തന്നെ ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി ഇവർ 3.5% ഒരു റാലി രേഖപ്പെടുത്തി. ജെഫ്രീസ് ഇവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഹിറ്റാച്ചി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്ത ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 5% റാലി. സെൻ ടെക്നോളജി കമ്പനീസ് ഇന്ന് 8% അടുത്ത് റാലി രേഖപ്പെടുത്തി. നുവാമ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഇവരെ അപ്ഗ്രേഡ് ചെയ്തതാണ്. കാരണം മിഷ്ടാൻ ഫുഡ് സെബി ഇവർക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയത് കാരണം 20% ലോവർ സർക്യൂട്ട് ആയിട്ടുണ്ട്. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആകെ ഒരു എക്സ്ചേഞ്ചാണ് MCX. ട്രേഡിംഗ് വോളിയം വർദ്ധിച്ചത്. സ്റ്റോക്കിൽ നിന്ന് 8.5% റാലി. സംവർധന മദേഴ്സൺ സുമി ഇവർ ഇന്ന് റാലി രേഖപ്പെടുത്തി. ഒരു അക്വിസിഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അദ്വൈത് ഇൻഫ്രാടെക് കമ്പനി 5% അപ്പർ സർക്യൂട്ടാണ് ഉള്ളത്. കമ്പനിക്ക് ഒരു മേജർ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീനസ് റെമഡീസ് കമ്പനി ഇവരുടെ പുതിയ ഒരു മെഡിസിന് ഫിലിപ്പീൻസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. വേദാന്ത ഇവർ 7% ഇവരുടെ കടം കുറച്ചത് ഉള്ള ഒരു ന്യൂസ് കാരണം സ്റ്റോക്കിൽ നിന്ന് 7% റാലി രേഖപ്പെടുത്തി. 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. പുതിയതായിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോ ദിവസവും അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.